10 വർഷമായി മറ്റൊരാളുടെ ഹൃദയവുമായി ജീവിക്കുന്ന പെരുമ്പാവൂർ സ്വദേശി ശിവൻ. നാട്ടുകാർ പിരിവെടുത്താണ് ശിവന്റെ ഓപ്പറേഷൻ നടത്തിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ ജീവിതമാർഗത്തിനായി ലോട്ടറി വിൽപ്പന നടത്തുകയാണ്. പെരുമ്പാവൂർ കേന്ദ്രമാക്കി ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനം നടത്തുന്ന ശിവൻ 11 വർഷം മുൻപാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ ഭീമമായ ചിലവ് വരുന്ന ചികിത്സകളിലേക്ക് പോകാൻ കഴിവുള്ള ആളുമായിരുന്നില്ല. നാട്ടുകാർ പിരിവെടുത്താണ് ശസ്ത്രക്രിയ നടത്തിയത്. ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ. ബുദ്ധിമുട്ട് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടുണ്ടായി. അങ്ങനെ പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ അങ്ങോട്ട് വീട്ടിൽ വരുമ്പോൾ മാലിപ്പിച്ച് അവർ വിടും. വീണ്ടും അപ്പം തന്നെ വീട്ടിൽ വരും, വീണ്ടും വരും. അങ്ങനെയായി ലാസ്റ്റ് കളമശ്ശേരിയിൽ ഒരു മാസം കിടന്നു. അങ്ങനെ അവർ പറഞ്ഞു ഇനി മരുന്നില്ല, അവർ വിചാരിച്ച ഇത് ആൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി മരുന്നില്ല, ഇനി പ്രത്യേകിച്ച് കൂടി വന്ന ഒരു 1.5 മാസം ഡോക്ടർ പറഞ്ഞു ജീവിച്ചിരിക്കണം എന്ന്. എൻ്റെ ഭാര്യയുടെ എൻ്റെ അളിയൻ്റെ വെച്ചു. അങ്ങനെ എൻ്റെ അളിയൻ വന്ന് സാറിന് എന്ന് എഴുതി തരാൻ പറഞ്ഞു, ജോസാറിന്. അങ്ങനെ ജോസാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ 3 പേരും പോയി. അന്ന് സാറ് പറഞ്ഞു അന്ന് അവിടെ കിടത്തിയൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോക്കടെ കല്യാണമാണ് പിറ്റേന്ന് വെച്ചത്. അപ്പോൾ സാറ് അന്ന് വിടാമെന്ന് പറഞ്ഞു. വീട്ടിൽ പിറ്റേ 6 മണിയായപ്പോൾ സാറ് വിട്ടെങ്കിലും വീട് വരെ എത്തിയിട്ട് വീണ്ടും എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട് വന്ന് വീണ്ടും വന്ന് അവിടെ നിന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം വീണ്ടും വന്ന്. അങ്ങനെ ഒരു 10-15 ദിവസം അവിടെ ലിസി കിടന്നു. അപ്പോൾ ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞ് ഇനിയപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ മാത്രമേ ഇതുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. സാറിൻ്റെ അടുത്ത് അവിടെ പോന്നു. കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ ഇത് കിട്ടിയിരുന്നത്. ഇടുക്കി സ്വദേശിയായ തോമസ് വർഗീസിൻ്റെ ഹൃദയമാണ് ശിവനിൽ സ്പന്ദിക്കുന്നത്. തോമസ് വർഗീസ് ആരാണെന്നോ എന്താണെന്നോ ശിവൻ ഇപ്പോഴും അറിയില്ല. ഒരു നല്ല മനുഷ്യൻ്റെ കുടുംബമെടുത്ത നിർണായക തീരുമാനത്തിലൂടെ താൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്ന് മാത്രമറിയാം. 44-ാം വയസ്സിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. മരുന്നും പരിശോധനയുമെല്ലാം ഇപ്പോഴും തുടരുന്നു. കുടുംബത്തെ പുലർത്താൻ ഇപ്പോൾ ലോട്ടറി വിൽപ്പനയാണ്. ന്യൂസ് 18 കൊച്ചി.